പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അൽഫോൺസ വിജയൻ, സ്ഥലം തിരുവനന്തപുരം ജില്ല. ഒരുപാട് വേദനകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഞാൻ അത് ഒരു ദിവസം എടുത്ത് നോക്കുകയും അങ്ങനെ എനിക്ക് വരണമെന്ന് തോന്നുകയും എൻ്റെ പള്ളിയിൽ വന്ന 2-3 പേരോട് ഞാൻ ചോദിച്ചു, എനിക്ക് ഒരു കുപ്പി എണ്ണ അവിടെ നിന്ന് കിട്ടുമോയെന്ന്. അപ്പോഴവർ പറഞ്ഞു അതൊന്നും തരാൻ കിട്ടുകയില്ല, അവിടെ വന്ന് ഉടമ്പടി എടുത്താലേ പറ്റുള്ളൂ എന്ന്. അങ്ങനെയാണ് ഞാൻ പിന്നെ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നത്. അങ്ങനെ ഞാൻ 40 വർഷം കൊണ്ട് ഒരുപാടൊക്കെ പ്രാർത്ഥിച്ചിട്ടും ധ്യാനം കൂടാൻ പോയിട്ടും ഒക്കെ പറ്റാതെ ഇരുന്ന എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനവും പുകമലിയും ഈ പുണ്യഭൂമിയിൽ വന്ന് കാല് കുത്തിയ ആ നിമിഷം അത് മാറിക്കിട്ടി. 40 വർഷത്തിലേറെയായി കൃത്യമായിട്ട് ഭർത്താവ് പറയും. എൻ്റെ പേര് വിജയനാണ്. 50 വർഷത്തേക്ക് മുമ്പെയാണ് ഞാൻ മദ്യപാനവും പുകവലിയും അത് ഇവിടെ വന്ന് ചവിട്ടിയതിൻ്റെ അന്ന് തന്നെയാണ് എൻ്റെ പിറ്റേ മാസം ഞങ്ങൾ ഇവിടെ വരാനും എൻ്റെ പുകവലിയും മദ്യപാനവും സകലതും ഇനി മരണം വരെ ഉപയോഗിക്കില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊള്ളണം. എല്ലാ മാസവും ഞാൻ ഇനി ഇവിടെ വരാമെന്നും ഒരു എഗ്രിമെൻ്റ് പോലെ ഇനി മാതാവിൽ വിശ്വസിച്ച് ജീവിക്കാനെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഇവിടെ ഒന്നുകൂടെ പറഞ്ഞുകൊള്ളു. അത് കഴിഞ്ഞ് എനിക്കാണെങ്കിൽ 23 വർഷമായ ഒരു അലർജി രോഗം. അലർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര തുമ്മലായിരിക്കും. തുമ്മി മൂക്കിൽ നിന്ന് വെള്ളം പിടിഞ്ഞ് ഒരു ജോലിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന ഞാൻ പിന്നെ ഇംഗ്ലീഷ്, അലോപ്പതി, പിന്നെ എല്ലാ മരുന്നുകളും ഉപയോഗിച്ച് അത് കഴിഞ്ഞ് അക്കൂപഞ്ചർ ചികിത്സ വരെ ചെയ്തു. എന്നിട്ടും എനിക്കത് മാറിയില്ല. അങ്ങനെ ഞാൻ സങ്കടകരമായി എല്ലാ മാസവും ഞാൻ ഇവിടെ വന്നിരുന്ന അമ്മയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് പോകും. ഒരു ദിവസം ഞാൻ അങ്ങനെ ചുമച്ച് കിടന്നപ്പോഴൊരു 3-3:30-4 മണിയോട് അടുപ്പിച്ച് എൻ്റെ തൊണ്ടയിൽ എന്തോ കിടന്ന് ശബ്ദം ഉണ്ടാക്കും പോലെ മരണവെപ്രാളം പോലെ വന്ന് അന്ന് മുതൽ ഇന്ന് വരെ ഞാനൊരു ഗുളിയോ മരുന്നോ കഴിച്ചിട്ടില്ല. കഴിച്ചാൽ തന്നെ ഒരു ഗുളിക കഴിച്ചാൽ പിന്നെ എനിക്ക് എഴുച്ചിരിക്കാനോ ഒന്നും പറ്റില്ല. ഭയങ്കര ഉറക്കമായിരിക്കും 3 ദിവസം കഴിഞ്ഞ് വീണ്ടും ആ അലർജി വന്നുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് എനിക്ക് കിഡ്നി സംബന്ധമായ അസുഖമുണ്ട്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ ഇവിടെ വന്നൊരു 3-4 മാസമായപ്പോൾ എനിക്ക് കിഡ്നി സംബന്ധമായ അസുഖം ഒരുപാട് കൂടി. അങ്ങനെ ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ പറഞ്ഞ് വേറെ ഒരു ഡോക്ടറെ കാണിക്കാമെന്ന്. അവിടെ ചെന്ന് ഞാൻ അങ്ങനെ ചികിത്സയ്ക്ക് സ്കാനിങ് എടുത്ത് നോക്കിയപ്പോൾ ഒരു കുഴപ്പവുമില്ല, ഈ കഴിക്കുന്ന മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന് ഈ കഴിഞ്ഞ ഫെബ്രുവരി 9-ാം തീയതി ഞാനിവിടെ വന്നിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, മാതാവിനോട് നോക്കി പറഞ്ഞു, അമ്മേ മാതാവേ എത്ര നാളുകളായി ഞാൻ 10-11 ഗുളികയും ഇൻസുലിൻ എടുക്കുന്നതാണ്. അമ്മേ എന്നെ ഇനി ഇൻസുലിൻ എടുപ്പിക്കല്ലേ, ഞാൻ ഈ ഫെബ്രുവരി 27-ാം തീയതി വരെ ഞാനിനി മരുന്ന് കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് പോയി. ഇതവിടെ എത്തിയപ്പോഴേ നല്ല മുല്ലപ്പൂവിൻ്റെ മണമുണ്ടായി. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് വിശ്വാസമായി. ഞാൻ പോയി 27-ാം തീയതി വീട്ടിൽ പോയി. അന്ന് തന്നെ ഞാൻ മരുന്നെല്ലാം ഉപേക്ഷിച്ചു. 28-ാം തീയതി ഞാൻ വേളാങ്കണ്ണി പോയി. തിരിച്ചു വന്ന് ഇതുവരെയും ഞാൻ ആ മരുന്ന് കഴിച്ചിട്ടില്ല. ഒരു മരുന്ന് ഞാനിപ്പോൾ കഴിക്കണമില്ല, ഒരു അസുഖത്തിനും ഞാൻ മരുന്ന് കഴിക്കുന്നില്ല. അങ്ങനെ എൻ്റെ മാതാവ് എനിക്ക് അതിന് സുഖം തന്നു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ നേർച്ച വസ്തുക്കളിലൂടെ എനിക്ക് സൗഖ്യം കിട്ടി. ഞാനൊരു കൈ തന്നെ അറ്റു മുറിഞ്ഞാൽ പോലും ഞാൻ കുറച്ച് ഉപ്പെടുത്ത് പ്രാവിശ്വാസ പ്രമാണം ചൊല്ലി കയ്യിൽ വയ്ക്കുന്നതല്ലാതെ ഞാനൊരു മരുന്നും കഴിക്കുകയോ ഒരു മരുന്നും എടുക്കുകയോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ പിള്ളേർക്കും ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നത്. അവർക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നാൽ എല്ലാവരും തൈലം തൂത്ത് കൊടുക്കണം. ഈ മനുഷ്യനെ അതുപോലെ തന്നെ രാവിലെ ജോലിക്ക് പോകുമ്പോൾ തൈലം തൊട്ട് പ്രാർത്ഥിച്ച് വിടും. കിണർ പണിക്കൊക്കെയാണ് പോകുന്നത്. ഇന്ന് വരെ ഈ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നതിന് ശേഷം അവർക്ക് ഒരാപത്തോ ഒന്നും വന്നില്ല. അല്ലെങ്കിൽ എപ്പോഴും തലയിൽ തൊട്ടി വിഴക്കം, പിന്നെ കിണറിൽ വയ്ക്കുന്ന റിങ് കാലിൽ വീഴും, പനി, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ അസ്വസ്ഥതകളും വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇത് വന്ന ശേഷം ഒരു അസുഖവും ഇതുവരെ 17 മാസം വരെ ആകാൻ പോകുന്ന ഒരു അസുഖവും ഒരു അസ്വസ്ഥതയും വന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. എൻ്റെ മരുമകൻ്റെ ഒരു ബാഗ് അടങ്ങിയ ഇത് ശരിക്കും റെക്കോർഡുകളൊക്കെ ആയി പോയതാണ്. പക്ഷേ അത് തിരുവനന്തപുരത്ത് ജോലിക്ക് പോയിടത്ത് കളഞ്ഞ് ഒരുപാട് റെക്കോർഡുകളും പൈസയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്നോട് ചോദിച്ചു, നീ അമ്മയെ എൻ്റെ കയ്യിൽ തരുമോ, ഞാൻ ചെന്നൊന്ന് നോക്കട്ടെ എന്ന്. പക്ഷേ അത് പോയ വഴിക്ക് ഒരിടത്ത് ഒരു കൈക്ക് വെട്ടുന്ന സ്ഥലത്ത് അതിനെ എടുത്ത് ആരോ വച്ചിരിക്കുന്നത്, ആര് കണ്ടാലും അത് തിരിച്ചു കൊടുക്കൂല, അങ്ങനത്തെ ഒരു ബാഗായിരുന്നു. അമ്മ മാതാവ് അത് തിരിച്ച് തന്ന്. അതേപോലെ തന്നെ ഇവർ മദ്യപാനം ഉപേക്ഷിക്കുന്ന മുമ്പായി തന്നെ പോയപ്പോൾ ഒരിക്കൽ മഴവില് കണ്ട്. അപ്പോഴും എനിക്ക് തോന്നി, അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർ മദ്യപാനവും പൂർണ്ണമായി ഉപേക്ഷിച്ചത്. അങ്ങനെ 1-2 പ്രാവശ്യം മുല്ലപ്പൂവിൻ്റെ മണവും മഴവില്ലും എനിക്ക് അനുഭവം കിട്ടി.
അമ്മ മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ വളർത്തുന്ന ഒരു കിളി, നല്ല വിലപിടിപ്പുള്ള കിളിയാണ്. അതെൻ്റെ കയ്യിൽ നിന്ന് ഒരു ദിവസം പറന്നുപോയപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, അതെൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ അമ്മേ, അത് എനിക്ക് തന്നില്ലെങ്കിലും വേണ്ടില്ല, അതെവിടെയെങ്കിലും ഉണ്ടായിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് ഒരു വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കൊച്ചുമകൻ അതുവഴി അലച്ചുകൊണ്ട് വന്നപ്പോൾ അത് അവൻ്റെ ശബ്ദം കേട്ട് അത് തിരിച്ചു കിട്ടി. അതുപോലെ തന്നെ വിൽക്കാനിട്ട് നല്ല വിലപിടിപ്പുള്ളതാണ്. ഞങ്ങൾക്ക് പൈസയ്ക്ക് അത്യാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അമ്മേ മാതാവേ, ഒരുപാടിടത്തൊക്കെ പറഞ്ഞു, ഏതാണ്ട് 3 മാസമായിട്ടും ആരും വരാത്തതുകൊണ്ട് ഒരു ദിവസം പറഞ്ഞു, അമ്മേ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് വാങ്ങിച്ച വിലയെങ്കിലും തന്നാൽ മതി അമ്മേ, അതൊന്ന് തിരിച്ചു തരണേ എന്ന് ചോദിച്ചു. പക്ഷേ അത് എൻ്റെ കാശ് തരണേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ വന്ന് 2500 രൂപ കൂടുതൽ തന്ന് അത് എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഒരു അനുഗ്രഹം അമ്മ എനിക്ക് തന്നു. 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വിടുന്ന എല്ലാ മാസവും വരും, ഒരു കെട്ട് പത്രം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ ആവശ്യമുള്ളവർക്ക് വേണമെന്ന് ചോദിച്ചിട്ട് കൊടുക്കും. ഞങ്ങളുടെയൊക്കെ പള്ളികളിൽ ആളുകൾ നോട്ടീസ് കൊടുക്കുമ്പോൾ അച്ഛൻ പറയുന്നത് പോലെ ഓരോന്നായിട്ട് പറക്കി കൊടുക്കും. അവർ ദൂരെ എറിഞ്ഞിട്ട് പോകുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിന്നിട്ടുണ്ട്. ഞാനത് തിരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ മാസവും വന്ന് ഒരു കെട്ട് പത്രം വാങ്ങിക്കും. അത് ഞാൻ ഒരു നിമിഷ നേരം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പൂശി ആരെങ്കിലും പിന്നെ ഞാൻ കൊടുക്കുന്ന പത്രം കൊണ്ട് ഒരാളെങ്കിലും എന്നെപ്പോലെ രക്ഷപ്പെട്ട് ഈ സങ്കട കണ്ണീര് അവരിവിടെ വന്ന് അമ്മയുടെ നടയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ അമ്മ എനിക്ക് ഒരുപാട് അനുഗ്രഹം, ഈ നടയിൽ വന്നാൽ ആരെയും അമ്മ വെറുതെ വിടില്ല. എന്തെങ്കിലും ഒരു അനുഗ്രഹം അമ്മ കൊടുത്തേ മതിയാവും. അമ്മയെ അന്വേഷിച്ച് വരുന്നവരെ അമ്മ വെറുതെ വിടില്ല. എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്. ഞാൻ ഒരുപാട് പേര് പത്രം തന്നിട്ട് വായിക്കാതെ ഇരുന്നിട്ടാണ് അമ്മ എന്നെ ഈ നടയിൽ എത്തിച്ചത്. അതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ പോകുമായിരുന്നു. പക്ഷേ അവിടെ പൊതിച്ചോറ് അവർക്ക് അത്ര ആവശ്യമില്ലെന്ന് കണ്ടു. എന്നാൽ ആർക്കെങ്കിലും ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് വരും. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ RCCയിൽ പോയി ഞാൻ ഈ മരുന്നിൻ്റെ പൈസ എല്ലാം എടുത്ത് വച്ചിരുന്ന ഈ 3 മാസത്തെ കൊണ്ടുപോയി ഞാനും എൻ്റെ മൂത്ത മകളും കൂടെ പൊതിച്ചോറ് കെട്ടി അവർക്ക് എല്ലാവർക്കും കൊടുത്തു. അതേപോലെ ഇനി എത്ര നാളായിരുന്നാലും ഞാൻ ഈ മരുന്നിൻ്റെ പൈസ എല്ലാം വെച്ച് ഞാൻ അവർക്ക് പൊതിച്ചോറ് കെട്ടി. അവർക്കാണ് ആവശ്യം. മെഡിക്കൽ കോളേജിലും SATയിലും RCCയിലുമാണ് ആഹാരത്തിന് ആവശ്യമെന്ന് ആണ് ഞാൻ പറയുന്നത്. അവർക്ക് തന്നെ അതിന് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഞാനൊരു കോൺവെൻറ്റിൽ, നടക്കാത്ത പിള്ളേരുള്ള കോൺവെൻറ്റിൽ പോവുകയാണ്. അവർക്ക് പിന്നെ ഓരോ മാസവും അവർക്ക് ആവശ്യമായ പിള്ളേർ ചോദിക്കും. അവർക്ക് സോപ്പോ, അവർക്ക് കിട്ടാത്ത സാധനങ്ങൾ, പാഡ്, സോപ്പ്, പേസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചോദിക്കും. മാസം തോറും ഞാനത് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുകയും അവർക്ക് എന്തെങ്കിലും അപ്പോൾ ചായ കുടിക്കാനുള്ള ഭക്ഷണം കൊടുക്കും. എൻ്റെ ഒരു മകളുടെ പേരിൽ അവർക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു വർഷത്തിലൊരിക്കൽ കൊടുക്കും. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ തന്നെ ആ കോൺവെൻറ്റിൽ തന്നെയാണ് കൊണ്ട് ഫുഡ് കൊടുക്കുന്നത്. അതേപോലെ മുമ്പൊക്കെ എൻ്റെ ആ വീട്ടിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാലും ഞാൻ കൊടുക്കൂല. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനത്തെ അവസ്ഥ അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് നിങ്ങളെക്കാളും വലിയ അവസ്ഥയാണ്, അതുകൊണ്ട് ഞാൻ തരില്ല. ഇപ്പോൾ എനിക്ക് ബസ് കൂലിക്ക് പോലും ഇല്ലാതെ വന്നിരുന്നാലും ഞാൻ അവർക്ക് എൻ്റെ കയ്യിലുള്ളത് അവർ ചോദിക്കുന്നത് ഞാൻ കൊടുക്കും. അങ്ങനെ അമ്മമാതാവിൻ്റെ മുൻപിൽ ഞാനിങ്ങനെ എല്ലാം നല്ല അനുഗ്രഹങ്ങൾ എന്നെക്കാളും വിധം ഞാൻ ചെയ്യുകയാണ്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ആത്മീയ ജീവിതത്തിൽ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, കുർബാന ചൊല്ലും. പക്ഷേ മുമ്പൊക്കെ പോകും, കൊറോണയ്ക്ക് മുമ്പേ പോകുമായിരുന്നെങ്കിലും പക്ഷേ ശരിയായിട്ട് ഉള്ള ഒരു ഇതല്ല. ആരെങ്കിലും ചോദിച്ചാൽ അരമണിക്കൂറിലധികം പള്ളിയിൽ നടന്നു പോകണം. ഞാൻ പറഞ്ഞു നടക്കാൻ കരുതി കൂടെയാണ് പള്ളിയിൽ പോകണമെന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഈശോയെ എനിക്കെന്നും സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ പള്ളിയിൽ പോകുന്നത് എന്ന് പറയും. അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, കുർബാന ചൊല്ലും, 2 ആഴ്ചയ്ക്കൊരിക്കൽ കുമ്പസാരിക്കും. ഒരു ജപമാല മുഴുവനും ചൊല്ലും. ഞാൻ രാവിലെ ഞാനും ഭർത്താവും കൂടെ 4:30 എഴുന്നേറ്റ് ഒരു ജപമാല ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അച്ഛൻ്റെ ഡെയിലി ബ്രെഡും കേട്ടിട്ട് പള്ളിയിൽ പോകും. അങ്ങനെ എല്ലാം ആത്മീയമായും ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത്.